വ്രതാനുഷ്ഠാനങ്ങളോടെ ഇരുമുടിക്കെട്ടേന്തി മാത്രം ദർശനത്തിനായി ഭക്തർ കയറുന്ന ശബരിമലയിലെ പവിത്രമായ 18 പടികളിലും പട്ടും പൂക്കളും ദീപങ്ങളും അർപ്പിച്ച് പടിപൂജ നടന്നു. ദീപപ്രഭയിൽ ജ്വലിച്ച് പുഷ്പവൃഷ്ടിയിൽ സുഗന്ധം പരത്തുനിന്ന 18 പടികളുടെ അപൂർവ കാഴ്ചയ്ക്കാണ് ബുധനാഴ്ച സന്ധ്യയ്ക്ക് സന്നിധാനത്ത് ആയിരങ്ങൾ സാക്ഷിയായത്. ദീപാരാധനയ്ക്ക് ശേഷം തന്ത്രി മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിലും മേൽശാന്തി PN മഹേഷ് നമ്പൂതിരിയുടെ സഹകാർമ്മികത്വത്തിലുമാണ് 1 മണിക്കൂറോളം നീണ്ട പടിപൂജ നടന്നത്. പൂജയുടെ തുടക്കത്തിൽ ആദ്യം 18-ാം പടി കഴുകി പട്ടുവിരിച്ചു. പട്ടിന്റെ ഇരുവശത്തും വലിയ ഹാരങ്ങൾ കൊണ്ട് അലങ്കരിച്ചു. ഇരുവശത്തും ഓരോ നിലവിളക്ക് കത്തിച്ചു വെച്ചു. ഓരോ പടിയിലും നാളികേരവും പൂജാ സാധനങ്ങളും വെച്ചു. പിന്നീട് ഓരോ പടികളിലും കുടികൊള്ളുന്ന മലദൈവങ്ങൾക്ക് പൂജ കഴിച്ചു. ഓരോ പടിയിലും ദേവചൈതന്യം ആവാഹിച്ചിട്ടുണ്ടെന്നാണ് വിശ്വാസം. ബുധനാഴ്ച വൈകിട്ട് നട തുറന്നപ്പോൾ ദർശനം നടത്തിയ സ്വാമി ഭക്തർ പടിപൂജ കാണാനും കാത്തിരുന്നു. ക്ഷേത്രത്തിലെ മൂർത്തിയെ മാത്രമല്ല, ക്ഷേത്രം കുടികൊള്ളുന്ന പ്രകൃതിയെ തന്നെ ആരാധിക്കുന്ന അപൂർവത ഒരുപക്ഷെ ശബരിമലയ്ക്ക് മാത്രം അവകാശപ്പെടാവുന്നതാണ്. ഈ അപൂർവതയുടെ പ്രത്യക്ഷമായ ഉദാഹരണമാണ് മാസപൂജ കാലയളവിൽ സന്നിധാനത്ത് നടക്കുന്ന പടിപൂജ. പൂങ്കാവനത്തിലെ 18 മലകൾക്കും വേണ്ടി നടത്തുന്ന ഈ അനുഷ്ഠാനം ശബരിമലയിലെ ഏറ്റവും നിറപ്പൊലിമയാർന്ന ചടങ്ങുകൂടിയാണ്. ക്ഷേത്ര തിരുമുറ്റത്തേക്കുള്ള 18 പടികൾക്കും മറ്റൊരു ക്ഷേത്രത്തിലും ഇല്ലാത്ത പ്രാധാന്യമാണ് ശബരിമലയിലുള്ളത്. വെറും പടിക്കെട്ടുകൾ എന്നതിന് അപ്പുറം ഇത് തത്വ സോപാനങ്ങളാണ്. പഞ്ചഭൂതങ്ങളെയും അഷ്ടരാഗങ്ങളെയും ത്രിഗുണങ്ങളെയും ഒക്കെ പ്രതിനിധാനം ചെയ്യുന്ന ഈ തത്വ സോപാനങ്ങൾ പൂങ്കാവനത്തിലെ 18 മലകളുടെ പ്രതിരൂപം കൂടിയാണ്. ഇവിടെ ഓരോ പടിയിലും ഓരോ മലദൈവത്തെ കുടിയിരുത്തിയിരിക്കുന്നു എന്നതാണ് സങ്കല്പം. ശബരിമലയിലെ ഏറ്റവും നിറപ്പൊലിമയുള്ള ചടങ്ങാണ് പടിപൂജ. വഴിപാടുകളിൽ ഏറ്റവും ചിലവേറിയതും. ഓരോ പടിക്കും നൈവേദ്യം നൽകി തന്ത്രി കർപ്പൂരാരതി ഒഴിയുമ്പോൾ അത് 18 മലകൾക്കുള്ള സമർപ്പണം കൂടിയാകുന്നു. 8 ദിക്കുകളിലും ശ്രീഭൂതങ്ങളെ പോലെ സന്നിധാനത്തെ കാക്കുന്നതിന് 18 മലകൾക്കും നൽകുന്ന സ്നേഹാർച്ചന. 18-ാം പടിയിലേക്കുള്ള പ്രവേശനം താൽക്കാലികമായി തടഞ്ഞുകൊണ്ടുള്ള ഈ വഴിപാട് തിരക്കുള്ള മണ്ഡല മകരവിളക്ക് കാലത്ത് പതിവില്ല. മാസപൂജക്കാലത്ത് മാത്രമാണ് പടിപൂജ കാണാനുള്ള സൗഭാഗ്യം ഭക്തർക്ക് ലഭിക്കുന്നത്. സകല ഐശ്വര്യങ്ങൾക്കും വേണ്ടിയുള്ള നേർച്ചയായിട്ടാണ് ഭക്തർ ഈ വഴിപാട് സമർപ്പിക്കുന്നത്. മണ്ഡല മകരവിളക്ക് സീസൺ അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സന്നിധാനത്ത് ബുധനാഴ്ച പടിപൂജ തുടങ്ങി. ജനുവരി 20 വരെയാണ് പടിപൂജ. 1 മണിക്കൂറോളം സമയമെടുക്കുന്ന പടിപൂജ സമയത്ത് ഭക്തർക്ക് 18-ാം പടി ചവിട്ടാനാകില്ല. 2038 വരെയുള്ള പടിപൂജ ബുക്ക് ചെയ്ത് കഴിഞ്ഞു.